എന്നോട് കുറച്ച് ആൾക്കാർ ചോദിച്ചായിരുന്നു UK-ൽ വന്നിട്ട് എങ്ങനെയാണ് ലൈഫ് എങ്ങനെയാണ് വർക്ക് ലൈഫ് എങ്ങനെയാണ് എന്നുള്ളത് മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു. അപ്പോൾ അതിനുള്ള ഉത്തരമായിട്ടാണ് ഞാൻ ഇനി വന്നിരിക്കുന്നത്. റിയാലിറ്റി ഓഫ് വർക്ക് ലൈഫ് ഇൻ UK എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റുഡൻ്റായിട്ട് വരുന്ന ഏകദേശം എല്ലാ ആൾക്കാർക്കും ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാകും എങ്ങനെയാണ് UK-ൽ വർക്ക് ലൈഫ് അല്ലെങ്കിൽ പാർട്ട് ടൈം ലൈഫ് എന്നുള്ളതൊക്കെ. നമ്മൾ സ്റ്റുഡൻസായി വരുന്ന ഒരു 99.9% സ്റ്റുഡൻസിനും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും UK-ൽ വന്നു കഴിഞ്ഞാൽ ജോലി എങ്ങനെയായിരിക്കും ലൈഫ് സെറ്റിൽ ആവും എന്നുള്ളതൊക്കെ. UK-ലുള്ള ജോലികളുണ്ടല്ലോ ഒരു ശതമാനത്തോളം ജോലികളെല്ലാം കെയർ ഹോമും അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ജോബുകളും അങ്ങനെയൊക്കെയാണ്. മീൻസ് പാർട്ട് ടൈം ആയിട്ട് കിട്ടുന്ന എല്ലാ ജോലികളും അങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഇതിൽ കെയർ ഹോം ജോലികളെന്ന് വെച്ചാൽ എന്താ, വയസ്സായ ആൾക്കാരെ നമ്മൾ ടേക്ക് കെയർ മീൻസ് A to Z അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പം എല്ലാ ആൾക്കാർക്കും അത് ചെയ്യാൻ പറ്റിയൊന്നും വരത്തില്ല. പേഴ്സണലി എൻ്റെ കാര്യം എടുത്താൽ ഞാൻ ഒരു 3 മാസം കെയർ ഹോമിൽ പോയിട്ടുണ്ടാവും. എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് ഞാൻ റിയലൈസ് ചെയ്തതിന് ശേഷം ആ ജോലി മാറി. അതിൽ യാതൊരു വിധ കുറ്റമൊന്നുമില്ല. ഞാൻ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ, കെയർ ഹോം അല്ല എന്ത് ജോബ് വേണമെങ്കിലും ഞാൻ ചെയ്യും, ഇതാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ വന്നു കഴിയുമ്പോൾ അത് മാറും. അത് മീൻസ് എനിക്ക് പറ്റത്തില്ലെന്ന് മനസ്സിലായി, ഞാൻ ജോലി മാറി. വേറെ ജോലികൾ കിട്ടും. അപ്പൊ ഞാൻ ജോലി മാറി, എനിക്ക് വേറെ ജോലി കിട്ടി. അപ്പൊ ഞാൻ വേറെ ജോലിയിൽ കയറി, ഞാൻ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് പോകുന്നു. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജോലി അല്ലെങ്കിൽ നമുക്ക് ഓക്കെ കുഴപ്പമില്ല എന്നുള്ള ഒരു ജോലി നമുക്ക് കിട്ടിയതുകൊണ്ട് നമുക്ക് അങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകുന്നു. അപ്പോൾ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ UK ലൈഫിൽ ജോലി കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നാട്ടിൽ ഇപ്പോൾ ജോലി കിട്ടുക എന്ന് പറയുന്നത് എന്തോരം ബുദ്ധിമുട്ടാണോ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തോരം പേര് ജോലിയില്ലാതെ നടക്കുന്നു, അതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷെ എന്താ വെച്ചാൽ നാട്ടിൽ ജോലിയേ ഇല്ല എന്നല്ലല്ലോ അർത്ഥം. ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, മീൻസ് കിട്ടുന്ന ജോലി എല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ജോലി ചെയ്യാത്ത ആൾക്കാരുണ്ട്. അതേപോലെയാണ് നമ്മളെ എങ്ങനെ നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്യുന്നു എന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ UK-ൽ ജോലി കിട്ടാൻ ഇറങ്ങിയാൽ എന്തായാലും കിട്ടും. മീൻസ് ജോലി വേണമെന്ന് ഭയങ്കരമായിട്ട് നമ്മൾ തപ്പിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കിട്ടും. ജോലി കിട്ടായിയൊന്നുമില്ല. ഞാൻ UK-ൽ വന്നിട്ട് 3 വർഷം കഴിഞ്ഞു. UK-ൽ വന്ന് ഒരു വർഷത്തോളം സ്റ്റുഡൻ്റായിട്ട് നിന്നു. പിന്നെ ഞാൻ വിസയിലേക്ക് മാറി. PSW എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. PSW-ലേക്ക് മീൻസ് മാറേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായില്ല. അതിന് മുമ്പ് എനിക്ക് വിസ കിട്ടി. അതുകൊണ്ട് മീൻസ് ഞാൻ ലക്കിയാണ്, കാരണം എനിക്ക് വിസ കിട്ടിയതുകൊണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ PSW-ൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. മീൻസ് അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാകും. മീൻസ് ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഫിനാൻഷ്യലി സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഫിനാൻഷ്യലി നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. കാരണം നമുക്ക് ചോദിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് എന്തായാലും ആ ഒരു ചെറിയൊരു സ്ട്രഗിൾ ഉണ്ടാവും. ഫീസ് അടയ്ക്കേണ്ടി വരും, പിന്നെ റെന്റ്, ഫുഡിൻ്റെ കാര്യങ്ങൾ, ട്രാവൽ എക്സ്പെൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ആ സമയത്ത് ഉണ്ടാവും. കാരണം നമുക്ക് ആ സമയത്ത് ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ബട്ട് നമുക്ക് അതെല്ലാം മീൻസ് ഓവർകം ചെയ്യാം. നമ്മൾ മലയാളികളല്ലേ, മലയാളികൾ ഓവർകം ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തോന്നാ, മലയാളികൾ എവിടെ പോയാലും ജീവിക്കുന്നുള്ളതല്ലേ. അപ്പം അത്രയൊക്കെയുള്ളൂ കാര്യം. നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ 2 വർഷം PSW പോസ്റ്റ് സ്റ്റഡി വർക്ക് എന്ന് പറഞ്ഞിട്ടൊരു വിസയിലേക്ക് മാറാം. ആ സമയത്ത് നമുക്ക് ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാം. ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മീൻസ് എന്തോരം ടൈം വേണമെങ്കിൽ വർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം പൈസ കിട്ടും. ആ സമയത്ത് നമുക്ക് നാട്ടിലേക്ക് പൈസ അയക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ വിസയിലേക്ക് മാറിയാലേ നമ്മൾക്ക് ഇവിടെ പിന്നെ നിൽക്കാൻ പറ്റത്തുള്ളൂ. PSW ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു സ്പോൺസർഷിപ്പ് വിസയിലേക്ക് മാറിയാൽ മാത്രമേ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ UK-ൽ വന്നു കഴിഞ്ഞാൽ സ്റ്റുഡൻ്റായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര രൂപ വരെ കിട്ടും എന്ന് അറിയോ? സ്റ്റുഡൻ്റായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് 20 മണിക്കൂറാണ് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ 20 മണിക്കൂർ ആഴ്ചയിൽ 20 മണിക്കൂർ വർക്ക് ചെയ്യുന്നതിൽ നമുക്ക് മന്ത്ലി ഒരു 1000 അല്ലെങ്കിൽ 1200 പൗണ്ടൊക്കെ കിട്ടുമായിരിക്കുന്നല്ല കിട്ടും. അത് വിത്തൗട്ട് ടാക്സ് നമുക്ക് അത്രയും പൈസ കിട്ടും. അതിൽ നമുക്ക് ഇഷ്ടംപോലെ എക്സ്പെൻസ് ഉണ്ട്. നമ്മുടെ റെൻറ്റ്, നമ്മുടെ ട്രാവൽ എക്സ്പെൻസ്, ദെൻ ഫീസ്, യൂണിവേഴ്സിറ്റി ഫീസ് നമ്മൾ അടച്ചിട്ടില്ലെങ്കിൽ അത്, പിന്നെ ഗ്രോസറി, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നന്നായിട്ട് എക്സ്പെൻസ് വരും. അപ്പോൾ നമുക്ക് അതിൽ തന്നെ ആ പൈസ വെച്ചിട്ട് നമുക്ക് ആ ഒരു എക്സ്പെൻസ് ഒക്കെ കഴിയാനുള്ള ഇതേ ഉണ്ടാവത്തുള്ളൂ. നമ്മൾ സേവ് ചെയ്യുക, കുറച്ച് കാശ് നാട്ടിലേക്ക് അയക്കാം, അങ്ങനത്തെ പരിപാടിയൊന്നും സ്റ്റുഡൻ്റായിട്ടിരിക്കുന്ന സമയത്ത് നടപടിയാവുന്ന കേസേ അല്ല. അപ്പോൾ ഒരു 100 പൗണ്ടോളം ഗ്രോസറി ഷോപ്പിങ്ങിന് വരുന്നുണ്ട്. ട്രാവൽ എക്സ്പെൻസും ഒരു 40-50 പൗണ്ട് ട്രാവൽ എക്സ്പെൻസിന് വരുന്നുണ്ട്. പിന്നെ അല്ലാതെ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ കുറച്ച് കാശ് പുറത്തു പോയാൽ പിന്നെ ചിലവാണ്. അതുകൊണ്ട് അധികം പുറത്തു പോകാണ്ടിരിക്കുന്നത് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം നിലവിലുള്ള എൻ്റെ എക്സ്പെൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം.
മെയിൻ ആയിട്ടുള്ള കാര്യം റെൻ്റാണ്. റെൻറ്റിന് വലിയൊരു എമൗണ്ട് റെൻ്റായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഗ്രോസറി മന്ത്ലി ഒരു 100 പൗണ്ട് 120 പൗണ്ട്